അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എനിക്കൊരു ദൃശ്യം കാണാനിടയായി. അതായത് വാട്സപ്പിലൂടെ വയനാട് ഭാഗത്ത് നടന്ന സംഭവം എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ ഭീകരമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഉരുൾപൊട്ടി നാട് മൊത്തമായിട്ടും അങ്ങ് പോയിരിക്കുകയാണ്. അവിടുത്തെ ഖതീബ് ഉസ്താദിന്റെ ഒരു വീഡിയോ ആണ് എനിക്ക് കാണാൻ വേണ്ടി ഇടയായത്. അവിടെ പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദിന്റെ ഒരു വീഡിയോ ആയിരുന്നു. വളരെ സങ്കടം തോന്നിപ്പോയി. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. നിങ്ങൾക്കൊന്നിവിടെ കാണിച്ചു തരാം. ഉസ്താദിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്യുക. അത് മാത്രമല്ല, അവിടെ ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്ന ഓരോ കുട്ടികളെയും ഓരോ ആൾക്കാരെയും കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമാണ് വരുന്നത്. അത്രയ്ക്കുമാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരീക്ഷണം വളരെ വലുതായിട്ടാണ്. പിന്നെ കുറേ ആൾക്കാർ യൂട്യൂബിലൂടെ എന്തൊക്കെയോ ഇത് പറയുന്നുണ്ട്, തോന്നിയ പോലെ പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. പിന്നെ കുട്ടികൾ ഒക്കെ ആ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒന്നും അറിയാത്ത പിഞ്ചോമന പൈതങ്ങളാണ് ആ മണ്ണിൻ്റെ അടിയിലുള്ളത്. അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ടും വ്യാഖ്യാനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്ന് ഉറപ്പിച്ച് പറയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്ന് എനിക്കറിയില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പിഞ്ചോമന പൈതങ്ങൾ, ഒന്നും ചെയ്യാത്ത ആ പൈതങ്ങൾ എന്താണ് ചെയ്തത്? അവരൊന്നും അറിയില്ല, ദുനിയാവിലേക്ക് വന്നതേ ഉള്ളൂ. അവര് അത്തരത്തിലുള്ള ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കാല് വേറെയായിട്ടും തല വേറെയായിട്ടും അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വേറെ വേറെ ആയിട്ടാണ് അവരെ ആ മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക. വീഡിയോകൾ ചെയ്യുമ്പോൾ യൂട്യൂബിൽ തോന്നിയതുപോലെ, വായിൽ തോന്നിയതുപോലെ പറയാതിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി, ഈ ഉസ്താദിൻ്റെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയതായ ആ ഉസ്താദ്, അതായത് അവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഖതീബ് ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഇടയായി. അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നിപ്പോയി. അതും കൂടി നിങ്ങൾക്ക് കാണിക്കണമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ ഇട്ട് തരാം. കണ്ടല്ലോ, വളരെ വിഷമമായി പോയി ആ ഒരു വീഡിയോ കണ്ടപ്പോൾ. മാത്രമല്ലാതെ കുറേ വീഡിയോകൾ ഇങ്ങനെ അവിടെ നിന്ന് ആ മനുഷ്യന്മാരെ മൃതശരീരം ആ മണ്ണിൽ നിന്ന് എടുക്കുന്നതും അവരുടെ ഓരോ പാർട്സും ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലത്തിൽ നിന്ന് എടുക്കുന്നതൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് വാട്സപ്പിലൂടെ കുറേ ആൾക്കാർ ഇട്ട് തരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നിപ്പോകാറുണ്ട്. ഈ ദുനിയാവ് ഒന്നുമല്ല, എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും വിചാരിക്കണം. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. ഇബാദത്തുകൾ, നന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനിയും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഓർമ്മ വന്നില്ലെങ്കിൽ വളരെ കഠിനമായിരിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ പരീക്ഷണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകിച്ചിട്ട് ആ മരിച്ചുപോയവരുടെ, അല്ലെങ്കിൽ അവിടെ മരണപ്പെട്ടുപോയവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം കിട്ടുവാനും അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടിയും മർഹമത്തിന് വേണ്ടിയും നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മരിച്ചതായ ഓരോ ആൾക്കാർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗീയ ഭവനത്തിൻ്റെ വാതിലുകളെ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഷഹീദിൻ്റെ കൂലി നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ആ പിഞ്ചോമന പൈതങ്ങൾ, ഒന്നും അറിയാത്ത അത്രയ്ക്കുള്ള കുട്ടികൾ പോലും ആ മണ്ണിൻ്റെ അടിയിൽ കാണുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് വരുന്നത് അല്ലാഹ്. അള്ളാഹുവെ, അത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ സഹീബൻ നാഫിയ, അല്ലാഹുമ്മ സഹീബൻ ഹനിയ എന്ന ദുആ എല്ലാവരും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.